ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ടോപ്പിക്കാണ് ലൈൻ ഡിസിപ്ലിൻ, ഫ്രെയിമിംഗ്, ഫ്ലോ കൺട്രോൾ. The data link layer of the OSI model consists of two sublayers. The upper sublayer that is responsible for flow and error control is called the logical link control layer, and the lower sublayer that is mostly responsible for multiple access resolution is called media access control sublayer. ഓക്കെ, അതായത് നമ്മുടെ ISO/ISA റെഫറൻസ് മോഡലിലുള്ള രണ്ടാമത്തെ ലെയറായ ഡാറ്റ ലിങ്ക് ലെയർ. ആ ഡാറ്റ ലിങ്ക് ലെയറിന് രണ്ട് സബ് ലെയേഴ്സാണ് ഉള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ലെയറും അതുപോലെ തന്നെ മറ്റൊന്നാണ് മീഡിയ ആക്സസ് കൺട്രോൾ ലെയർ, LLC MAC. ഓക്കെ, അപ്പം LLCയുടെ റെസ്പോൺസിബിലിറ്റി വെച്ചാൽ ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോളൊക്കെ പെർഫോം ചെയ്യുകയാണ് LLCയുടെ റെസ്പോൺസിബിലിറ്റി. അതേസമയം മൾട്ടിപ്പിൾ ആക്സസ് റെസൊല്യൂഷൻ പെർഫോം ചെയ്യുന്നത് MAC സബ് ലെയറാണ്. പിന്നെ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ രണ്ട് മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് DLC അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് കൺട്രോൾ, അതുപോലെ തന്നെ മീഡിയ ആക്സസ് കൺട്രോൾ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ്. ഓക്കെ, ഡാറ്റ ലിങ്ക് കൺട്രോൾ എന്ന് വെച്ചാൽ അത് എന്താണ്, രണ്ട് നോട്ട് ടു നോട്ട് കമ്മ്യൂണിക്കേഷനാണ് അത് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ, ഡിസൈൻ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് അത് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡാറ്റ ലിങ്ക് കൺട്രോൾ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണത്? ലൈൻ ഡിസിപ്ലിൻ, ഫ്രെയിമിംഗ്, ഫ്ലോ കൺട്രോൾ ആൻഡ് എറർ കൺട്രോൾ. 4 ഫങ്ഷനാലിറ്റീസാണ് ഡാറ്റ ലിങ്ക് കൺട്രോളിന് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡാറ്റ ലിങ്ക് കൺട്രോൾ എന്ന് പറയുമ്പോൾ മെയിൻലി എന്താണ്, നോട്ട് ടു നോട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം അഡീഷണലായിട്ട് ഫങ്ഷനാലിറ്റീസ് ചോദിച്ചാൽ ഏതൊക്കെയാണത്? ഫ്രെയിമിംഗ്, അതുപോലെ തന്നെ ലൈൻ ഡിസിപ്ലിൻ, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ. ഓക്കെ, അപ്പോൾ അതാണ് താഴെ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫ്രെയിമിംഗ് കൊടുത്തിട്ടില്ല എങ്കിലും എന്താണ്, ഡാറ്റ ലൈൻ കൺട്രോളിൻ്റെ ഒരു മേജർ ഫങ്ഷനാലിറ്റി തന്നെയാണ് ഫ്രെയിമിംഗ്. ഓക്കെ, അടുത്തത് ലൈൻ ഡിസിപ്ലിൻ. അതായത് ലൈൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഒരു ഫങ്ഷനാലിറ്റിയാണ്. അപ്പം ആ ലൈൻ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ലൈൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വഴിയാണ് ഏത് ഡിവൈസിനാണ് സെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണ് ഒരു ഡിവൈസിന് സെൻഡ് ചെയ്യാൻ കഴിയുക. ഓക്കെ, അതൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു ഫങ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നത്. ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ലൈൻ ഡിസിപ്ലിൻ ഫങ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ഒരു നെറ്റ്വർക്കിലൊരു ഡിവൈസ് എപ്പോഴാണ് അതിന് സെൻഡ് ചെയ്യാൻ പറ്റുക, ഓക്കെ, ഏത് ഡിവൈസിന് സെൻഡ് ചെയ്യാം ആൻഡ് വെൻ ഇറ്റ് ക്യാൻ സെൻഡ്, അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ലൈൻ ഡിസിപ്ലിൻ വഴിയാണ്. ഓക്കെ, ലൈൻ ഡിസിപ്ലിനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഡിവൈസസ് തമ്മിൽ ട്രാൻസ്ഫർ ആൻഡ് റിസീവ് ഡാറ്റ, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എറർ കൺട്രോൾസ് പെർഫോം ചെയ്യുക, അതുപോലെ തന്നെ മെസ്സേജ് സെറ്റ് സീക്വൻസ്, അതുപോലെ തന്നെ റിസീവ് ചെയ്ത ഡാറ്റ കൺഫേം ചെയ്യുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ലൈൻ ഡിസിപ്ലിനാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിച്ച് ഡിവൈസ് ക്യാൻ ട്രാൻസ്ഫർ ഓർ ട്രാൻസ്മിറ്റ് ആൻഡ് വെൻ ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഡാറ്റ, ഈ കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ലൈൻ ഡിസിപ്ലിനാണ്. ഓക്കെ, അപ്പം ഈ ലൈൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയർ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നത് രണ്ട് വഴിയോട് there are two ways to achieve this ലൈൻ ഡിസിപ്ലിൻ ഇൻ ഡാറ്റ ലിങ്ക് ലെയർ. ഏതൊക്കെയാണവ? ഒന്ന് എൻക്വയറി അക്നോളജ്മെൻറ്റ്, ഇൻ ഷോർട്ട് ENQ/ACK. ENQ എന്ന് പറയുന്നത് എൻക്വയറിയുടെ ഷോർട്ടും ACK സ്റ്റാൻഡ്സ് ഫോർ അക്നോളജ്മെൻറ്റ്. അതുപോലെ അടുത്ത ടെക്നിക്കാണ് പോൾ സെലക്ട്. ഓക്കെ, അപ്പോൾ ലൈൻ ഡിസിപ്ലിൻ പെർഫോം ചെയ്യുന്നത് രണ്ട് വഴിയിലൂടെയാണ്, എൻക്വയറി അക്നോളജ്മെൻറ്റ് ഓർ പോൾ സെലക്ട്. ഓക്കെ, അടുത്തത് എൻക്വയറി അക്നോളജ്മെൻറ്റ്. ഓക്കെ, ഈ ENQ/ACK പ്രൊസീജിയർ എന്ന് പറയുന്നത് ലൈൻ ഡിസിപ്ലിൻ്റെ ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, അതായത് ഒരു നെറ്റ്വർക്കിലൊരു ഡിവൈസ് എന്താണ് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ ഇനീഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പം എന്താണ് അതിന് ഈ ഒരു ഡാറ്റ സെൻഡ് ചെയ്യേണ്ട റിസീവ് ചെയ്യേണ്ട റിസീവർ, ആ റിസീവർ
റെഡിയാണോ ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഒരു ട്രാൻസ്മിഷൻ അയാളാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് ENQ അക്നോളജ്മെൻറ്റ് പ്രൊസീജിയർ വഴി ഒരു സെൻറ്ററിന് ഒരു ട്രാൻസ്മിഷൻ ഇനിഷ്യേറ്റ് ചെയ്യാം. അത് അതിൻ്റെ കറസ്പോണ്ടിങ് റിസീവ് ചെയ്യാൻ റെഡി ആവാം, അല്ലാതിരിക്കാം, പക്ഷെ അത് മാറ്ററല്ല. ഓക്കെ, അപ്പോൾ ഒരു ഇനീഷ്യേറ്റിംഗ് സ്റ്റേഷൻ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ ENQ എന്ന് പറഞ്ഞൊരു പാക്കറ്റ്, ഒരു ഫ്രെയിം ഫോം ചെയ്യും. ആ ഫ്രെയിം എന്ത് ചെയ്യും, റിസീവിങ് സ്റ്റേഷന് അയച്ചു കൊടുക്കും. ഓക്കെ, അതായത് ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ENQ അക്നോളജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്റർ എന്ത് ചെയ്യുന്നു, ഒരു ENQ പാക്ക് ഫ്രെയിം ഫോം ചെയ്യുന്നു. എന്നിട്ട് അതെന്താണ് റിസീവറിന് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നു ആ പാക്കറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ENQ പാക്കറ്റ് ഫ്രെയിം സെൻഡ് ചെയ്ത ശേഷം ഡെസ്റ്റിനേഷൻ സ്റ്റേഷനിൽ നിന്ന് ഒരു റെസ്പോൺസ് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ ഈ ENQ പാക്കറ്റ് റിസീവ് ചെയ്ത ഉടനെ എന്ത് ചെയ്യും, അത് ആ ഒരു സ്റ്റേഷൻ പാക്കറ്റ്സ് റിസീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അതൊരു പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് ACK ഫ്രെയിം ജനറേറ്റ് ചെയ്യും, അത് തിരിച്ചയച്ചു കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ അത് ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി അല്ലാത്ത കേസിൽ അതെന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് NAK ജനറേറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് സെൻറ്ററിന് അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പം ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് ഒന്നും ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി അവിടെ എന്താണ് നടക്കുന്നത്, ഈ ഇനീഷ്യേറ്റിംഗ് സ്റ്റേഷൻ വൺസ് അഗെയിൻ എന്ത് ചെയ്യും, ENQ പാക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, റീട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡിനുള്ളിൽ അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് പാക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇനീഷ്യേറ്റിംഗ് സ്റ്റേഷൻ ENQ പാക്കറ്റ് റീട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, സാധാരണ കേസിൽ ഒരു 3 പ്രാവശ്യമാണ് ഈ ഒരു ഇനീഷ്യേറ്റിംഗ് സ്റ്റേഷൻ ENQ പാക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, തേർഡ് ടൈമും സക്സസ്ഫുൾ ആയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, ഇനീഷ്യേറ്റിംഗ് സ്റ്റേഷൻ അവിടെ വെച്ചിട്ട് നിർത്തുകയാണ് ചെയ്യുക. ഓക്കെ, transmitted message frames end with a unique terminating sequence such as end of transmission EOT. അതായത് ഒരു മെസ്സേജ് ഫ്രെയിംസ് എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്ത ശേഷം ഒരു ടെർമിനേറ്റിംഗ് സീക്വൻസ് മെസ്സേജ് ഉണ്ട്, അതാണ് EOT. ഓക്കെ, അതായത് മെസ്സേജ് ഫ്രെയിമിൻ്റെ എൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ EOT ഫ്രെയിമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഡയഗ്രമാറ്റിക്കലി ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റേഷൻ A എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ENQ പാക്ക് സ്റ്റേഷൻ Bക്ക് കൊടുക്കുന്നു. അപ്പോൾ സ്റ്റേഷൻ B കറൻ്റ്ലി റിസീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ തിരിച്ചൊരു അക്നോളജ്മെൻറ്റ് പാക്ക് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അക്നോളജ്മെൻറ്റ് പാക്ക് തിരിച്ച് സ്റ്റേഷൻ Aയിലെത്തിയാൽ സ്റ്റേഷൻ B റിസീവ് ചെയ്യാൻ റെഡിയാണെന്ന് മനസ്സിലാക്കിയിട്ട് മെസ്സേജ് 1 എന്ത് ചെയ്യുന്നു, സ്റ്റേഷൻ Bക്ക് അയച്ചു കൊടുക്കുന്നു. മെസ്സേജ് 1 സക്സസ്ഫുള്ളി റിസീവ് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് അക്നോളജ്മെൻറ്റ് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് മെസ്സേജ് 2 പോകുന്നു. അപ്പോൾ മെസ്സേജ് 2 റിസീവ് ചെയ്യാൻ റെഡി അല്ലാത്ത കേസിൽ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് വന്ന കേസിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ മെസ്സേജ് 2 വൺസ് അഗെയിൻ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് കൊടുക്കുന്നത് മെസ്സേജ് 2 സക്സസ്ഫുള്ളി റിസീവ് ചെയ്തിട്ടില്ല സ്റ്റേഷൻ B. ആ കേസിൽ സ്റ്റേഷൻ B നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ സ്റ്റേഷൻ A എന്ത് ചെയ്യുന്നു, വൺസ് അഗെയിൻ മെസ്സേജ് 2 ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, മെസ്സേജ് 2 സക്സസ്ഫുള്ളി റിസീവ് ചെയ്ത ഉടനെ പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് തിരിച്ചയച്ചു കൊടുക്കുന്നു. അടുത്തതായിട്ട് സ്റ്റേഷൻ A മെസ്സേജസ് എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് EOT മെസ്സേജ് ഫോം ചെയ്യുന്നു, അത് സ്റ്റേഷൻ Bക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് സക്സസ്ഫുള്ളി റിസീവ് ചെയ്താൽ ഉടനെ ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ചയച്ചു കൊടുക്കുന്നു. ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ acknowledges all messages frames received with either an acknowledge or negative acknowledgement. അടുത്ത മെത്തേഡാണ് പോൾ സെലക്ട്.
It works with those topologies where one device is designated as a primary station and other devices are secondary stations. അതായത് ഇത് ഇത്തരം പ്രൊസീജിയർ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണോ എന്ന് വെച്ചാൽ അവിടെ എന്താണ് ഒരു ഡിവൈസ് ഒരു പ്രൈമറി സ്റ്റേഷനും ബാക്കിയുള്ള എല്ലാ ഡിവൈസസും സെക്കൻഡറി സ്റ്റേഷൻസായിട്ട് ഫോം ചെയ്യുന്ന കേസിലാണ് പോൾ സെലക്ട് മെത്തേഡ് ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൈമറി ഡിവൈസ് ആൻഡ് മൾട്ടിപ്പിൾ സെക്കൻഡറി ഡിവൈസസ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ പ്രൈമറിയിൽ നിന്ന് മൾട്ടിപ്പിൾ സെക്കൻഡറി ഡിവൈസസ് ഉണ്ടാവും, പക്ഷേ സിംഗിൾ പ്രൈമറി ഡിവൈസ്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഡിവൈസിൽ നിന്ന് മൾട്ടിപ്പിൾ സെക്കൻഡറി ഡിവൈസസിലേക്ക് സിംഗിൾ ട്രാൻസ്മിഷൻ ലൈനേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഓൾ ദ എക്സ്ചേഞ്ചസ് ആർ മെയ്ഡ് ത്രൂ ദ പ്രൈമറി ഡിവൈസ് ഈവൻ ദോ ദ ഡെസ്റ്റിനേഷൻ ഈസ് എ സെക്കൻഡറി ഡിവൈസ്. And the primary device has control over the communication link and the secondary device follows the instructions of the primary device. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ലിങ്കിൻ്റെ മുകളിലുള്ള കൺട്രോളൊക്കെ ആരുടെ കയ്യിലാണ്? പ്രൈമറി ഡിവൈസിൻ്റെ കയ്യിലാണ്. ഇത് നമ്മൾ പിന്നെ പോളിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടോക്കോൾ പഠിച്ചിരുന്നു. ഓക്കെ, ആ പ്രോട്ടോക്കോളിൻ്റെ ഫങ്ഷനാലിറ്റിയും ഇതും സിമിലറാണ്. ഇപ്പോൾ പ്രൈമറി ഡിവൈസ് ഡിറ്റർമൈൻസ് വിച്ച് ഡിവൈസ് ഈസ് അലൗഡ് ടു യൂസ് ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഓക്കെ, പ്രൈമറി ഡിവൈസാണ് ഏത് ഡിവൈസാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആൾ. പിന്നെ ഇപ്പം പ്രൈമറി ഡിവൈസിന് സെക്കൻഡറി ഡിവൈസിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യുന്നു? ഓരോ സെക്കൻഡറി ഡിവൈസിനോടും ചോദിക്കും വെദർ ദേ ഹാവ് എനിത്തിങ് ടു സെൻഡ്. ഓക്കെ, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിംഗ്. അതല്ല പ്രൈമറി ഡിവൈസിന് സെക്കൻഡറി ഡിവൈസിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യുന്നു? സെക്കൻഡറിനോട് ഒരു സ്പെസിഫൈഡ് സെക്കൻഡറിനോട് ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കാൻ പറയുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സെലക്ട് മോഡ് ഈസ് യൂസ്ഡ് വെൻ പ്രൈമറി ഡിവൈസ് ഹാസ് സംതിങ് ടു സെൻഡ്. അതായത് പ്രൈമറിക്ക് സെക്കൻഡറിക്ക് സംതിങ് ഡാറ്റ സെൻഡ് ചെയ്തിട്ട് കൊടുക്കേണ്ട കേസിലാണ് സെലക്ട് മോഡ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? പ്രൈമറി ഡിവൈസിന് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ അത് സെക്കൻഡറി ഡിവൈസിന് അലേർട്ട് ചെയ്യും. അതായത് ഉടനെ ഡാറ്റ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ളത് ഒരു സെലക്ട് ഫ്രെയിം ജനറേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക വഴി സെക്കൻഡറിയെ ഇൻഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഫീൽഡിൻ്റെ ഫ്രെയിമിൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇൻറ്റൻറ്റഡ് സെക്കൻഡറി ഡിവൈസിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡറി ഡിവൈസ് ഫ്രെയിം റിസീവ് ചെയ്താൽ അതെന്ത് ചെയ്യും? അത് ഒരു അക്നോളജ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും. ആ അക്നോളജ്മെൻറ്റിൽ ഉണ്ടായിരിക്കും അതിൻ്റെ സ്റ്റാറ്റസ്, അതായത് റെഡിയാണോ അല്ലയോ എന്നുള്ള റെഡി സ്റ്റാറ്റസ് ആ ഒരു അക്നോളജ്മെൻറ്റ് പാക്കിൽ ഉണ്ടായിരിക്കും. If the secondary device is ready to accept the data, then the primary device sends 2 or more data frames to the intended secondary device. അപ്പോൾ സെക്കൻഡറി ഡിവൈസ് ഡാറ്റ റിസീവ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രൈമറി ഡിവൈസ് 2 or more ഡാറ്റ ഫ്രെയിംസ് സെക്കൻഡറി ഡിവൈസിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻഡറിന് അയച്ചു കൊടുക്കുന്നു. അടുത്തത് പോൾ മോഡ് ഇസ് യൂസ്ഡ് വെൻ ദ പ്രൈമറി ഡിവൈസ് വാണ്ട്സ് ടു റിസീവ് സം ഡാറ്റ ഫ്രം ദ സെക്കൻഡറി ഡിവൈസ്. അതായത് നേരെ തിരിച്ച് സെലക്റ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് സെക്കൻഡറി ഡിവൈസിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്യുമ്പോഴാണ് പോൾ മോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി ഡിവൈസ് ഡാറ്റ റിസീവ് ചെയ്യണമെങ്കിൽ അത് ഓരോ ഡിവൈസസിനോടായിട്ട് ചോദിക്കും വെദർ ദേ ഹാവ് എനിത്തിങ് ടു സെൻഡ് ടു ദ പ്രൈമറി. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഡിവൈസിനോട് ചോദിക്കും. ഒരു നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അതിനൊന്നും സെൻഡ് ചെയ്യാൻ ഇല്ല എന്നാണ് മീൻ ചെയ്യുന്നത്. അതിനുശേഷം തൊട്ടടുത്ത സെക്കൻഡറി ഡിവൈസിനോട് അത് കൊറി ചെയ്യും വെദർ ദേ ഹാവ് എനിത്തിങ് ടു സെൻഡ്. ഓക്കെ, അത് ഒരു പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് മെസ്സേജ് ഫ്രെയിമാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം സെക്കൻഡറി ഡിവൈസിന് സംതിങ് ഡാറ്റ പ്രൈമറി ഡിവൈസിന് സെൻഡ് ചെയ്യാനുണ്ടെന്നുള്ളത്. ഓക്കെ, the secondary device can send more than one frame one after another, or sometimes it may be required to send acknowledgement before sending each one depending on the type of the protocol being used. ഓക്കെ, അപ്പോൾ അത് ഡയഗ്രമാറ്റിക്കലി പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണിത്. പ്രൈമറിയിൽ നിന്ന് ഒരു പ്രൈമറി ആണുള്ളത്, മൾട്ടിപ്പിൾ സെക്കൻഡറീസ് ഉണ്ട്, സെക്കൻഡറി ABC എന്ന് പറഞ്ഞിട്ട്. അപ്പം പ്രൈമറി എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് പോൾ ചെയ്യുന്നു. ഓക്കെ, പോൾ ചെയ്യുമ്പോൾ സെക്കൻഡറിക്ക് സംതിങ് ഫസ്റ്റ് സെക്കൻഡറി എക്ക് ഒന്നുമില്ല, അപ്പം നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് ഫോം ചെയ്യുന്നു. അപ്പം അടുത്ത സെക്കൻഡറിയോട് പോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ
ഒരു മെസ്സേജ് തിരിച്ച് അയച്ചു കൊടുക്കുന്നു. അതായത് സംതിങ്, അതായത് അതിന് മെസ്സേജ് എന്താണ്, പിന്നെ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്. അടുത്ത ഫങ്ഷണാലിറ്റിയാണ് ഫ്രെയിമിംഗ്. DLCയുടെ അടുത്ത ഫങ്ഷണാലിറ്റിയാണ് ഫ്രെയിമിംഗ്. ഇപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ എന്ത് ചെയ്യുന്നു, അപ്പർ ലെയറായ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഡാറ്റ ബിറ്റ്സിനെ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓരോ ഫ്രെയിംസും മറ്റൊന്നിൽ നിന്നും എന്താണ് ഈസിലി ഡിസ്റ്റിങ്ഷബിൾ ആയിരിക്കും. ദ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഡിഫൈൻസ് വെയർ ദ പാക്കറ്റ് ഈസ് ടു ഗോ. അതായത് ഈ ഓരോ ഫ്രെയിമിൻ്റെ കൂടെ ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ദ സെൻട്രൽ അഡ്രസ് ഹെൽപ്സ് ദ റെസിപ്പിയൻറ്റ് അക്നോളജ് ദ റെസീപ്റ്റ്. When a message is divided into smaller frames, a single bit error affects only that small frame. ഈ ഫ്രെയിംസ് എന്ന് പറയുന്നത് ഫിക്സഡ് സൈസ് ഉണ്ടാവും, വേരിയബിൾ സൈസ് ഉണ്ടാവും. ഫിക്സഡ് സൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ പിന്നെ സൈസ്, ഓരോ ഫ്രെയിമിൻ്റെ സൈസ് തന്നെയാണ് അതിൻ്റെ ഡീലിമിറ്റർ. ഓക്കെ, ഇപ്പോൾ 5 ആണ് സൈസെങ്കിൽ ഓരോ 5 കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഇത് തൊട്ടടുത്ത ഫ്രെയിമാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഫിക്സഡ് സൈസ് ഫ്രെയിമിങ്ങിന് എക്സാമ്പിളാണ് ATM വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അടുത്തത് നമ്മൾ വേരിയബിൾ സൈസ് ഫ്രെയിമിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വേരിയബിൾ സൈസ്ഡ് ഫ്രെയിമിംഗ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് ഈ 4 ടെക്നിക്സ് ആണുള്ളത്. ബൈറ്റ് കൗണ്ട്, ഫ്ലാഗ് ബൈറ്റ് വിത്ത് ക്യാരക്ടർ സ്റ്റഫിംഗ്, സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഫ്ലാഗ്സ് വിത്ത് ബിറ്റ് സ്റ്റഫിംഗ്, അതുപോലെ തന്നെ എൻകോഡിംഗ് വയലേഷൻസ്. ബൈറ്റ് കോഡ് അല്ലെങ്കിൽ ക്യാരക്ടർ കൗണ്ട് എന്നും പറയും. അതെന്താണ്, it is required to count total number of characters that are present in frame. This is to be done by using field in header. Character count method ensures that data link layer at the receiver or destination about total number of characters that follow and about where the frame ends. ഓക്കെ, അതായത് ഹെഡർ ഫീൽഡിലുള്ളൊരു വാല്യൂ ആണ് ഈ ക്യാരക്ടർ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ കൗണ്ട് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്, ഒരു ഡിജിറ്റ് വാല്യൂ ആണ്. ആ ഡിജിറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്ര ക്യാരക്ടേഴ്സ് ഈ ഒരു ഫ്രെയിമിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് 5 എന്ന് പറഞ്ഞൊരു ഡിജിറ്റ് ഉണ്ടെങ്കിൽ ആ 5 വരെ വരുന്നത് എന്താണ്, ഒരു ഫ്രെയിമിൻ്റെ ഭാഗമാണ്. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ക്യാരക്ടർ കൗണ്ട് ഏതെങ്കിലും രീതിയിൽ എന്താണ് എറണേഴ്സ് ആവി പോവുകയാണെങ്കിൽ എന്താണ് ഡെസ്റ്റിനേഷനിലെത്തുമ്പോൾ അത് എവിടെയാണ് സ്റ്റാർട്ടിങ് എൻഡിങ് എന്നുള്ളതെല്ലാം തെറ്റിപ്പോവും. അതായത് ഒരു നെക്സ്റ്റ് ഫ്രെയിമിൻ്റെ ബിഗിനിങ് അല്ലെങ്കിൽ ബിഗിനിങ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ക്യാരക്ടർ കൗണ്ടിൻ്റെത്. നോക്കിക്കേ അതിൽ 5 എന്ന് പറയുന്നത് എന്താണ്, ഫ്രെയിം 1 ആണ്. ഓക്കെ, ഫ്രെയിം 1ൻ്റെ ക്യാരക്ടർ കൗണ്ടാണ്. അപ്പം 5 എന്ന് പറയുമ്പോൾ എന്താണ്, 5 ക്യാരക്ടേഴ്സ്. അപ്പോൾ 5 എന്ന് എണ്ണുമ്പോൾ എവിടം വരെയുണ്ട്, 5 1 2 3 4. ഓക്കെ, അത് 4 വരെ വരുമ്പോഴാണ് അത് 5 ക്യാരക്ടേഴ്സ് ആവുന്നത്. ആ 5 ക്യാരക്ടേഴ്സ് ഉള്ളതാണ് ഫസ്റ്റ് ഫ്രെയിം. ഓക്കെ, അടുത്തത് എത്രയാണ് ക്യാരക്ടർ കൗണ്ട് വരുന്നത്, 5 തന്നെയാണ്. 5 എന്ന് പറയുമ്പോൾ എവിടം വരെ വരും, 9 വരെ. 5 6 7 8 9. ആ 5 ക്യാരക്ടർ ചേർന്നതാണ് ഫ്രെയിം 2. ഓക്കെ, അപ്പം അടുത്തത് 8 എന്ന് പറയുമ്പോൾ എവിടം വരെ വരും, 6 വരെ വരും. അപ്പോൾ അതാണ് ഫ്രെയിം 3. ഓക്കെ, അപ്പോൾ ഇവിടെ എറണീസ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താണ് 5 1 2 3 4 കഴിഞ്ഞിട്ട് അടുത്ത ക്യാരക്ടർ കൗണ്ട് 5 ആയിരുന്നു വരേണ്ടത്, പക്ഷേ അതിന് പകരം 7 ആയി മാറി. ഓക്കെ, അപ്പോൾ ആ എററൊക്കെ ചെയ്തപ്പോൾ അത് 7 എന്ന് പറയുമ്പോൾ ഫ്രെയിം 2 ഇടം വരെ വന്നു, 0 വരെ ഫ്രെയിം 2 വന്നു. അതെന്താണ്, ശരിക്കും നെക്സ്റ്റ് ഫ്രെയിമിൻ്റെ ബിഗിനിങ് ഒന്നും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എറണീസ് ആയിട്ട് മാറി. അടുത്താണ് ക്യാരക്ടർ സ്റ്റഫിംഗ് അല്ലെങ്കിൽ ബൈറ്റ് സ്റ്റഫിംഗ് ഓർ ക്യാരക്ടർ ഓറിയൻറ്റഡ് ഫ്രെയിമിംഗ് എന്നൊക്കെ പറയും. അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഓരോ ഫ്രെയിമിൻ്റെയും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു ഫ്ലാഗ് ബിറ്റ് സ്റ്റഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഫ്ലാഗ് ബിറ്റ് തന്നെ ആക്ച്വൽ ഡാറ്റയുടെ ഭാഗമായിട്ട് ഒക്കെ ചെയ്യുകയാണെന്ന് കരുതാം. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ എന്ത് സംഭവിക്കുന്നു, ഒരു സ്പെഷ്യൽ ബിറ്റ് സീക്വൻസ് ഉണ്ട്, അതാണ് എസ്കേപ്പ് ബൈറ്റ്. ഓക്കെ, ആ ഒരു എസ്കേപ്പ് ബൈറ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫ്ലാഗ് ബൈറ്റിൻ്റെ തൊട്ട മുന്നിൽ അത് സ്റ്റഫ് ചെയ്യുന്നു.
special byte that is basically known as ESC, escape. That is, predefined pattern is generally added to the data section of the data stream or frame when there is message or character that has same pattern as that of flag byte. അതായത് ഫ്ലാഗ് ബൈറ്റ് തന്നെ നമ്മുടെ ഫ്രെയിമിൽ എന്താണ് നമ്മൾ ഡാറ്റ സ്ട്രീമിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ചെയ്യുമ്പോൾ അതിലെന്താണ് അതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു എസ്കേപ്പ് ആയിട്ട് സ്റ്റഫ് ചെയ്യുന്നു. അതുവഴി എന്താണ് എസ്കേപ്പ് ബൈറ്റിന് ശേഷം വരുന്ന ഫ്ലാഗ് ബൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വൽ ഡാറ്റ പാർട്ടാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്താണ് അത് ഡീലിമിറ്ററായിട്ട് കണക്കാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഫ്രെയിമായിട്ട് ബ്രേക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ റിസീവർ സൈഡിൽ എത്തിച്ചേർന്ന റിസീവർ എന്ത് ചെയ്യും, ഈ എസ്കേപ്പ് ബൈറ്റ് റിമൂവ് ചെയ്യും, എന്നിട്ട് എന്താണ് ഡാറ്റ പാർട്ട് കീപ്പ് ചെയ്യും. അടുത്താണ് ബിറ്റ് സ്റ്റഫിങ്. ഇവിടെ എന്താണ് ഒരു ബിറ്റ് പാറ്റേൺ എന്ത് ചെയ്യുന്നു, ഓരോ മെസ്സേജിൻ്റെയും ഡീലിമിറ്ററായിട്ട് പുട്ട് ചെയ്യുന്നു. ഓക്കെ, ബിറ്റ് ഓറിയൻറ്റഡ് ഫ്രെയിമിംഗ് എന്നും ഇതിനെ പറയും. ഇപ്പം എന്താണ് എൻലിമിറ്റർ അല്ലെങ്കിൽ ED എന്ന് പറയുന്നത് 044 ആണ്. ആൻഡ് ഡാറ്റ എന്ന് പറയുന്നത് 044 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ 3 1 കഴിഞ്ഞിട്ട് ഒരു 0 പുട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് റിസീവറിന് എത്തിച്ചേരുമ്പോൾ റിസീവർ എന്ത് ചെയ്യുന്നു, ഡാറ്റ 01101 എന്നാണുള്ളത്. അപ്പോൾ റിസീവറിന് മനസ്സിലായി ആ 0 എന്ന് പറയുന്നത് 4 കൺസിക്യൂട്ടീവ് വൺസ് വന്നപ്പോൾ പ്ലേസ് ചെയ്തതാണെന്നുള്ളത്. അപ്പോൾ എന്താണ് ആ ഒരു വാല്യൂ, അതായത് 3 1 കഴിഞ്ഞിട്ടുള്ള 0 അതെന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, എന്നിട്ട് ഡാറ്റ റീഡ് ചെയ്തെടുക്കുന്നു. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിളിൽ എന്താണ് ഡാറ്റ എന്ന് പറയുന്നത് 0 3 1 3 0 4 1s ആൻഡ് 0 ആണ്. എൻലിമിറ്റർ എന്ന് പറയുന്നത് 011 അതായത് 011 എന്ന് പറഞ്ഞൊരു കേസ് വന്നാൽ ഉടനെ തന്നെ അത് കഴിഞ്ഞിട്ടൊരു 0 അപ്പൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ നോക്കിക്കുക 011 ആണ്. അപ്പോൾ അതിന് എന്താണ് ഉടനെ തന്നെ 0 പുട്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ എന്താണ് 3 സീറോസ് കഴിഞ്ഞു. അതിനുശേഷം എന്താണ് മൂന്നാമത്തെ 0യും 111ഉം കോമ്പിനേഷൻ വരുന്നു. അപ്പം എന്താണ് ഒരു 0 വന്നു. ഓക്കെ, അതും കൂടെ അവിടെ അപ്പൻഡ് ചെയ്യുന്നു. Physical layer coding violations. It is a method that is used only for network in which encoding on physical media includes some sort of redundancy. That is, use of more than one graphical or visual structure to simply encode or represent one variable of data. അതായത് ഫിസിക്കൽ മീഡിയ എൻകോഡിങ്ങിൽ എന്താണ് റിഡൻഡൻസി ടെക്നിക്കൊക്കെ എന്താണ് ആ ഒരു എൻകോഡിങ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന കേസിലാണ് എൻകോഡിങ് വയലേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്.